ഹലോ എവ്രി വൺ. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് മാജിക് 9 ആണ്, മണി മാഗ്നറ്റ് എന്ന പ്രാക്ടീസാണ്. അപ്പോൾ ആദ്യം ഇപ്പോൾ ഈ വീഡിയോ ആണ് ആദ്യം 9 കാണുന്നതെങ്കിൽ നിങ്ങൾ മാജിക് 1 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുക. എൻ്റെ പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഓരോ ദിവസം ഓരോ പ്രാക്ടീസസ് ചെയ്യുക കേട്ടോ. നമ്മുടെ ഇയർ എൻഡ് ആവാനായി. ഇപ്പോൾ ജനുവരി ആകുമ്പോഴേക്കും 2025 ആകുമ്പോഴേക്കും നിങ്ങൾ ഈ ഒരു പ്രാക്ടീസ് 1 ടൈമെങ്കിലും കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 28 ഡേ ആണ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഫീൽ ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ അതിലത്രയും അർപ്പണബോധത്തോടെയാണ് ചെയ്യുന്നതെങ്കിൽ നല്ല രീതിയിലുള്ള ബ്ലെസ്സിങ്സ് വരും. ഒരുപാട് പേർക്ക് ചേഞ്ചസ് വന്നിട്ടുള്ള പ്രാക്ടീസസാണ് കേട്ടോ ഓരോ മാജിക് പ്രാക്ടീസസും. അപ്പോൾ ഇവിടെ നമ്മളിന്ന് പറയുന്നത് മാജിക് 9 ആണ്, മണി മാഗ്നറ്റ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വേണ്ടത് മണി മാഗ്നറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മണി കൊണ്ട് വാങ്ങിയിട്ടുള്ള ബിൽസ് ശേഖരിച്ച് വയ്ക്കുക. കറണ്ട് ബില്ലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഷോപ്പ് ചെയ്തതിൻ്റെ ബില്ലായിരിക്കാം. എന്ത് വാങ്ങിയാലും ഹോം അപ്ലയൻസസ് വാങ്ങുന്നുണ്ടെങ്കിൽ അതിൻ്റെ ബിൽസ് കിട്ടും. ഇപ്പോൾ എന്ത് ബില്ലാണോ നിങ്ങൾക്ക് കയ്യിലുള്ളത്, നിങ്ങൾ ഓൾറെഡി പേ ചെയ്തതായിരിക്കും, എന്നാൽ പോലും അത് എടുത്തിട്ട് അതിൻ്റെ ബാക്കിൽ പെയ്ഡ് എന്ന് എഴുതുക, ടിക്ക് ചെയ്യുക, താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറയാം. ഇനിയിപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കറണ്ട് ബില്ല് ഡ്യൂ വന്നിട്ടുണ്ടായിരിക്കും, അടയ്ക്കാൻ പോകുന്നേ ഉണ്ടായിരിക്കുള്ളൂ. പക്ഷേ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം. എന്നാൽ പോലും ബാക്കിലേക്ക് പെയ്ഡ് എന്ന് എഴുതിയിട്ട് ടിക്ക് ഇട്ടിട്ട് താങ്ക് യു യൂണിവേഴ്സ് എന്ന് എഴുതുക. അപ്പം നിങ്ങൾ എഴുതുമ്പോൾ സബ് കോൺഷ്യസ്ലി എന്താണ് നിങ്ങൾ ബ്രെയിൻ എടുക്കുന്നത്, അവർ പേ ചെയ്തൊരു ഭയങ്കര അബണ്ടൻ്റ് ആണ്. നമുക്ക് ആ ഒരു പെയ്ഡ് എന്ന് എഴുതുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡ് ബോഡി സോൾ ഭയങ്കര റിലാക്സ്ഡ് ആവും, ഒരു ഉള്ളിൽ നിന്ന് ഇന്നർ ഹാപ്പിനെസ് വരും അല്ലേ. അപ്പോൾ അങ്ങനെ എഴുതി വെക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു ബില്ല് അടയ്ക്കാൻ സാധിക്കും. ഞാനിവിടെ ചെയ്യാറുള്ളതാണ് കേട്ടോ. ഫോട്ടോ ഉണ്ടായിരുന്നു, ഇപ്പോൾ അത് കയ്യിലില്ല. ഉണ്ടെങ്കിൽ ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം. ഞാനിപ്പോഴും പെയ്ഡ് എന്ന് എഴുതും, ബിൽസ് കിട്ടിക്കഴിഞ്ഞാൽ താങ്ക് യു. ഞാനിപ്പോൾ ഈ ഒരു പ്രാക്ടീസസിൽ ലോ ഓഫ് അട്രാക്ഷൻ കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. ഓൾറെഡി ഒരു 4-5 ഇയേഴ്സായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന പേഴ്സൺ ആയിരുന്നു, പക്ഷെ ഒന്ന് ഡിമ്മായി പോയിട്ടുണ്ടായിരുന്നു. ജേർണിയിൽ വന്നപ്പോൾ അഗൈൻ ബാക്ക് ടു നോർമലിലേക്ക് വന്നിട്ടുണ്ട്. എന്നെ കൂടുതൽ അലൈൻമെൻറ്റിലേക്ക് എത്തിക്കാൻ ഹെൽപ്പ് ചെയ്ത പ്രാക്ടീസസ് ആണ് കേട്ടോ. അത് സിമ്പിളാണ്. ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ വേണ്ടോ, ഓരോ കാര്യങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. അപ്പോൾ ഇന്ന് മണി മാഗ്നറ്റ് ആണ്. ഇതുവരെ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള എല്ലാ ബിൽസും ശേഖരിച്ച് ഇതുപോലെ ടിക്ക് ചെയ്യുന്നു, പെയ്ഡ് എന്ന് എഴുതുക, താങ്ക് യു യൂണിവേഴ്സ് എന്ന് എഴുതുക. നിങ്ങൾക്ക് വേഗം തന്നെ അത് പേ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ എത്രയും ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നുണ്ടോ അവർ റിച്ച് ആണെന്ന് പറയാം. ആൻഡ് എപ്പോഴും എനിക്ക് ബ്ലോക്കാണ്, അല്ലെങ്കിൽ എനിക്ക് പ്രശ്നമാണ്, എനിക്ക് തടസ്സമാണെന്ന് പറയുന്ന ആൾക്കാർ എപ്പോഴും പോവർട്ടിയിലായിരിക്കും. അവർക്ക് ഒരിക്കലും കടന്ന് ചെല്ലാൻ സാധിക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, ഞാനിപ്പോൾ ഈ ഒരു ജേർണിയിൽ വന്നതിന് ശേഷം പുറത്തേക്ക് പോകുമ്പോൾ ഓരോരുത്തർ സംസാരം കേൾക്കുമ്പോൾ എന്നും ഇത് തന്നെയാണ്, എന്നും ഹോസ്പിറ്റലിൽ എന്താ ചെയ്യുക, ഞങ്ങൾക്ക് ഇങ്ങനെ തന്നെ. അപ്പോൾ ഞാനവർ ശ്രദ്ധിക്കാറുണ്ട്, അവരുടെ എനർജി എപ്പോഴും ആ ഒരു 1-2 മിനിറ്റ് സംസാരിക്കുമ്പോഴും അവരെ ലോവറാക്കിയിട്ടാണ് സംസാരിക്കുക, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഇതുവരെ ഒരു ബ്ലെസ്സിങ്സും കിട്ടാത്ത പോലെയാണ് സംസാരിക്കാറ്. പക്ഷേ നമ്മളെപ്പോഴാണ് ബ്ലെസ്സിങ്സിലൂടെ സംസാരിക്കുന്നത്, അപ്പോഴാണ് നമ്മുടെ ലൈഫിൽ ഓരോ അച്ചീവ്മെൻറ്റ്സ് നേടാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് മണി മാഗ്നറ്റ് എന്ന് പറയുന്ന പ്രാക്ടീസസ്. അപ്പോൾ നിങ്ങൾക്ക് ലൈഫിൽ കിട്ടിയിട്ടുള്ള ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബില്ലില്ലെങ്കിൽ, ഇപ്പോൾ ഗൂഗിൾ പേ, ഇപ്പോൾ ഇൻ്റർനെറ്റ് വഴിയൊക്കെയാണല്ലോ ബിൽസ് വരുന്നത്, അങ്ങനെയാണെങ്കിൽ പോലും നമുക്കത് എടുത്തു വെച്ചിട്ട് താങ്ക് യു പെയ്ഡ്, താങ്ക് യു സോ മച്ച് എന്ന് പറയാം. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് പേ ചെയ്യാനും, പേ ചെയ്തതിന് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് അർപ്പിക്കുകയാണ്. ഇപ്പോൾ ഇലക്ട്രിസിറ്റി എന്നൊക്കെ പറയുന്നത്, നമുക്ക് ഹൈഡ്രോ ഇലക്ട്രിസിറ്റി എങ്ങനെയാണ് വരുന്നത്, ഇടുക്കിയിൽ നിന്നാണ് വെള്ളം, ഡാമിലത്തെ വെള്ളത്തിന് ഇലക്ട്രിക്കായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് അവിടെ നിന്നാണ് ഈ പാസ് ചെയ്തിട്ട് ഇങ്ങോട്ടൊക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഫാൻ ഇടാൻ മറക്കുന്നൊക്കെ ചെയ്യുന്നതും നമ്മൾ ഈ എനർജി ശരിക്കും നമ്മൾ വെള്ളത്തിനെ ഡിസ്റെസ്പെക്റ്റ് ചെയ്യുന്ന പോലെയാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രാക്ടീസിലൂടെ നിങ്ങളുടെ എല്ലാം ആ ഒരു കാര്യങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയുകയാണ്. കാരണം കറണ്ടുള്ളത് കൊണ്ട് നമ്മൾ വീട്ടിൽ ഓരോ ഹോം അപ്ലയൻസസ് വർക്ക് ചെയ്യുന്നു, ഫോണിൽ ചാർജ് ചെയ്യണമെങ്കിൽ കറണ്ട് വേണം. ഇപ്പോൾ കറണ്ട് മാത്രമല്ല എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ ഇന്ന് എല്ലാത്തിനോടും മണി മാഗ്നറ്റ് പറയാം. പിന്നെ ഒരിക്കലും ഇപ്പോൾ കറണ്ട് ബില്ല് വന്ന് ചിലപ്പോൾ കൂടാൻ ചാൻസസ് പണ്ട് ഞാൻ ചെയ്തായിരുന്നു. ഇതൊരു കൂടുതലാണെന്ന് പറയുമ്പോൾ പിന്നെ വരുന്ന ഓരോ മന്തിലും കൂടാനുള്ള ചാൻസസ് ആണ് ഉണ്ടാവുക, ബിക്കോസ് നമ്മൾ ആ വൈബ്രേഷൻസ് കൊടുത്തു. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് കിട്ടിയ ഇത് നമ്മൾ യൂസ് ചെയ്തത് കൊണ്ടേ ആയിരിക്കും അല്ലേ, നന്ദി പറയുക, ഒരുപാട് നന്ദി പറയുക. ഒരിക്കലും ഇതിനു വേണ്ടി തർക്കിക്കാനൊന്നും പോകരുത്. ഇങ്ങനത്തെ ചില കാര്യങ്ങൾക്ക് പൈസയ്ക്ക് വേണ്ടി തർക്കിക്കുന്ന സ്വഭാവങ്ങൾ എനിക്കും കൊണ്ടുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ കുറേ ബ്ലോക്കേജസിലേക്ക് കൊണ്ട് എത്തിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ അബണ്ടൻ്റ് ആണല്ലേ, നമ്മുടെ കയ്യിൽ ഇപ്പോൾ പൈസ ഉണ്ടായിരിക്കില്ല, പക്ഷെ നമ്മൾ അബണ്ടൻ്റ് ആയിരിക്കും. ആ ഒരു അബണ്ടൻ്റ് ചിന്താഗതിയിലിരിക്കുക. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ കിട്ടുന്ന ഓരോ ബിൽസ് ശേഖരിച്ച് വെക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ ഗൂഗിൾ പേ അങ്ങനെയൊക്കെയാണ്, പേടിഎം വഴിയൊക്കെയാണ് ഓരോ ബിൽസ് വരുന്നത്, വാട്ടർ ബിൽസ്, ഇലക്ട്രിസിറ്റി ബിൽസ്, റെൻസ്, എന്തൊക്കെയാണ് റെൻറ്റ്, എന്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ.
നിങ്ങൾ ആ ബിൽസ് എടുത്ത് വെച്ചിട്ട് പെയ്ഡ് ചെയ്ത് താങ്ക് യു യൂണിവേഴ്സിന്. ഇന്ന് മണി മാഗ്നറ്റ് പ്രാക്ടീസസ് ആണ്. ഒരു കമ്പാരിസണും വേണ്ട, നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡോടെ ചെയ്ത് നോക്കും. പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ചേഞ്ചസ് പ്രാക്ടീസ് ചെയ്യും. ഈ 28 days ഓരോ പ്രാക്ടീസസും ഹാർട്ടിൽ നിന്ന് ഫീൽ ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വലിയ രീതിയിലുള്ള ബ്ലോക്സ് വരെ മാറ്റാൻ ഹെൽപ്പ് ചെയ്യും. ബിക്കോസ് നിങ്ങൾ വൈബ്രേഷൻസ് ഓരോ ദിവസവും ഉണർന്ന് വരും. ഈ ബാറ്ററിയിൽ 0 ആണെങ്കിൽ 50% ചാർജ് ആവുന്നു, 25, 45, 55 അങ്ങനെ 100% വരെ ചാർജ് ആക്കുന്നു. പിന്നെ നിങ്ങളത് കണ്ടിന്യൂ ചെയ്ത് പോകും. 28 days പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് എവിടെയാണോ ഒന്നുകൂടി ഇമ്പ്രൂവ് ചെയ്യേണ്ടതെങ്കിൽ ആ ഒരു പ്രാക്ടീസസ് എടുത്തിട്ട് വേണമെങ്കിൽ ഒരു 7 days കണ്ടിന്യൂസ് പ്രാക്ടീസ് ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യും. ആദ്യം നിങ്ങൾ 28 days കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ 9th day ആണ് പറയുന്നത് കേട്ടോ. എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഇയർ എൻഡ് ആകുമ്പോഴേക്കും നിങ്ങളുടെ നല്ല വൈബ്രേഷനിലൂടെ നിങ്ങൾ 2025 പോകണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. കൂടെ ഞാനും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നന്നാവണം എന്ന ആഗ്രഹമുള്ളവർക്ക് പ്രാക്ടീസ് ചെയ്യാൻ കുഞ്ഞു ടിപ്സുകളാണ്, പക്ഷേ ഇത് നല്ല രീതിയിൽ ചേഞ്ചസ് കൊണ്ടുവരും. ഓക്കെ, സോ ഗ്രാറ്റിറ്റ്യൂഡ് എവിടെയൊക്കെ കിട്ടുന്നുണ്ടോ അത്രയും ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. അതുപോലെ നിങ്ങൾ ഓരോ പ്രാക്ടീസസും ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോൻ്റെ താഴെ day 1 കംപ്ലീറ്റഡ്, താങ്ക് യു യൂണിവേഴ്സ്, അങ്ങനെ നിങ്ങൾ മീൻസ് day 1 ഏതാണോ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തെങ്കിൽ അത് ഒന്ന് നിങ്ങൾ എന്താ പറയുക കമൻറ്റ് ചെയ്യുക കേട്ടോ. കമൻറ്റ് ചെയ്യാനൊന്നും മടിക്കേണ്ട. കൂടാതെ താങ്ക് യു കൂടുതൽ പറയാം. താങ്ക് യു പറയുമ്പോൾ നിങ്ങളിലേക്കും ആ ബ്ലെസ്സിങ്സ് ആണ് വരിക. ഓക്കെ, സോ താങ്ക് യു. കൂടാതെ നമ്മുടെ സബ് കോൺഷ്യസ് ഹീലിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സബ് കോൺഷ്യസ് ഹീലിംഗ് ഒക്കെ വേണമെങ്കിൽ, ഡിസ്റ്റൻറ്റ് ഹീലിംഗ് ഒക്കെ വേണമെങ്കിൽ, ടാരോ കോഴ്സ് പഠിക്കണമെന്നൊക്കെ ആഗ്രഹം തോന്നുവാണെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. എൻ്റെ എനർജിയുമായി ടാപ്പ് ചെയ്യുമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, കാരണം നമ്മൾ ഈ ഒരു December 31 വരെ തന്നെ സബ് കോൺഷ്യസ് ഹീലിംഗ് ഉണ്ടായിരിക്കുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ലൈഫിൽ കുറേ ഷിഫ്റ്റ്സ് വരുന്നുണ്ട്, ചേഞ്ചസ്. അപ്പോൾ ഇതുപോലെ ഞാൻ ഫ്രീ ആയിട്ട് ഇരിക്കുക ചാൻസസ് കുറവായിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ചിലപ്പോൾ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ഹീലിംഗ് തരാൻ പറ്റിയെന്ന് വരില്ല. ഇപ്പോൾ ഞാൻ ഫ്രീ ആണ്. പറ്റുന്നിടത്തോളം നിങ്ങൾ ഹീലിങ്സിൻ്റെ കാര്യങ്ങൾ ചെയ്തു നോക്കുക. ഓക്കെ, സോ താങ്ക് യു.